വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്കാ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്കാ സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര അധ്യാപകനുമായ റവറൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകർക്ക് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്ര വശങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ ഭാഗഭാഗിത്വം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 1382 മുതലുള്ള നമ്പറുകളുടെ ഭാഗമാണ് ഇതിനകത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവിടെ പറയുന്നു, വിശുദ്ധ കുർബാന ഒരേ സമയം ബലിയും ഒരു വിരുന്നുമാണ്. അത് നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് പിള്ളേരെ. വിശുദ്ധ കുർബാന ഒരു ബലിയാണ്, അതേസമയം ഒരു വിരുന്നുമാണ്. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനൊന്ന് വിശദീകരിക്കാമോ? ഒരുപക്ഷെ നമ്മൾ വിശുദ്ധ കുർബാന എപ്പോഴും വിശുദ്ധ ബലി 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് കർത്താവ് അർപ്പിച്ച ബലിയുടെ ഒരു അവതരണമായതുകൊണ്ട് ആ കാര്യത്തെ കൂടുതൽ ഊന്നി എപ്പോഴും വിശേഷിപ്പിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കാം വിശുദ്ധ ബലി എന്നുള്ള വാക്ക് കർത്താവിൻ്റെ ഈ കുർബാന അതൊരു ബലിയാണ് എന്നുള്ള കാര്യത്തിന് കൂടുതൽ ഒരുപക്ഷെ പ്രാധാന്യം കിട്ടിയത്. എന്നാൽ അതുപോലെ തന്നെ ആ ബലിയെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ വിശുദ്ധ കുർബാന ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന വിരുന്നാണ് എന്നുള്ളത്. അങ്ങനെ ആ വിരുന്നിൻ്റെ ആ ഒരു മാനം അതിന് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആദിമസഭ മുതൽ കാലഘട്ടം മുതൽ തന്നെ രൂപപ്പെട്ട ഒരുപാട് വിശേഷണ പദങ്ങളുണ്ട് കുർബാനയ്ക്ക്. അതിൻ്റെ ആധിക്യം തന്നെ നമ്മളെ കാണിക്കുന്നത് ഇതൊരു വിരുന്നാണ് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് കർത്താവിൻ്റെ അത്താഴം, ദ ലോർഡ്സ് സപ്പർ എന്നാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്താഴം നമുക്കറിയാം, അത്താഴം കഴിക്കുക, ഒരു വീട്ടിലെ അത്താഴമേശ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കുവെച്ച് ഒരു വിരുന്ന് ആസ്വദിക്കലാണ്. വെറും ഭക്ഷണം മാത്രമല്ല, അവിടെ ആ ഭക്ഷണത്തോടൊപ്പം ആ അന്നത്തെ ഒരു ദിവസവും കൂടി പങ്കുവെച്ച് അതുപോലെ അവരുടെ ശരീരത്തിനും വേണ്ട ഊർജം കിട്ടുന്ന ഒരു വിരുന്നാണ്. വിഭവങ്ങൾ അവിടെ വിളമ്പുന്നു. അതിൽ ശാരീരികമായ വിഭവങ്ങളോടൊപ്പം മാനസികമായ സ്നേഹത്തിൻ്റെ വിളമ്പലും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിരുന്നാണ്, ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന ഒരു വിരുന്നാണ് വാസ്തവത്തിൽ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ എന്താണ് ദൈവം ഒരുക്കിയ വിരുന്ന്? അത് കർത്താവ് കൂദാശ സ്ഥാപിച്ചപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം തന്നെയാണ്, നിങ്ങളത് ഭക്ഷിക്കണം. അപ്പോൾ പങ്കുവയ്ക്കുകയാണ്, ഭക്ഷണം തന്നെയാണത്. ആ ഭക്ഷണത്തിൽ ഒരു വിരുന്നിൻ്റെ ആ കാര്യം വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ സ്ഥാപനത്തിൽ. അതുപോലെ നിങ്ങൾ കുടിക്കണം, ഒരു വിരുന്നിലെ നമ്മൾ ഭക്ഷിക്കുന്നു കുടിക്കുന്നു. അപ്പോൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു പറയുന്ന ആ രണ്ട് കാര്യവും കർത്താവ് അവിടെ ലോർഡ്സ് സപ്പർ എന്ന് പറയുന്ന ആ വാക്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ലോർഡ്സ് സപ്പർ എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു വാക്കാണ് ദ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. ഒരുപക്ഷെ അനാമിനേസിസ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്ന ആ വാക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പകരം വെച്ചുകൊണ്ടിരുന്നൊരു വാക്കാണ്. അപ്പോൾ ഈ അപ്പം മുറിച്ച് പങ്കുവെക്കുക എന്ന് പറയുന്നതും വിരുന്നിൻ്റെ ഒരു അടയാളമാണ്. ഇപ്പോൾ പെസഹ, പഴയ നിയമത്തിൽ പെസഹ ആചരിച്ചിരുന്നു. അന്ന് ഇസ്രായേൽക്കാരുടെ ഇടയിലെ ശനിയാഴ്ച ദിവസങ്ങളിൽ അത് അവർ ഈ വലിയ അപ്പം ഉണ്ടാക്കി അത് പകുത്ത് എല്ലാവരും കൂടി കഴിക്കുന്ന അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് വാസ്തവത്തിൽ വിരുന്ന് തന്നെയാണ് ഇത്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു പെസഹ ഭക്ഷിക്കണം നിങ്ങളോട് കൂടെ, അവസാനത്തെ പെസഹ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയേണ്ടത്, ഇനി ഞാൻ അടുത്ത് നിങ്ങളൊക്കെ ആയിട്ട് എൻ്റെ പിതാവിൻ്റെ വേദിയിൽ വെച്ച് കഴിക്കുന്ന ഒരു പെസഹ വരെ ഞാനിനി നിങ്ങളോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യില്ല എന്ന്. അപ്പോൾ ഇവിടെയൊക്കെ വിരുന്നിൻ്റെ ഒരു ആ അർത്ഥം നമ്മൾ പിന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ കാര്യം പറയുമ്പോൾ കാനായിലെ കല്യാണത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് ദൈവപുത്രനാണെന്ന് അവൻ പ്രകടമാക്കി. ഇതൊക്കെ വിശുദ്ധ കുർബാനയുടെ നേരിട്ടുള്ള ഒരു അനുസ്മരണം അല്ല എങ്കിൽ തന്നെ ഈ വിരുന്ന് എന്നുള്ളത് ഒരു ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന ഒരു വിരുന്നിൻ്റെ ഒരു ആസ്പെക്റ്റ്. ഈ പ്രപഞ്ചം തന്നെ ഒരു വിരുന്നാണ് അവനെ.
അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയാണ് കർത്താവ് സ്വന്തം ശരീരവും രക്തവും തരുന്നത്. അപ്പോൾ ലോർഡ്സ് സപ്പർ, കർത്താവിൻ്റെ അത്താഴം, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന വാക്കുകളിലൂടെ ഈ വിരുന്നാണ്, ദൈവം മനുഷ്യന് നൽകുന്ന സ്വന്തം ഭോജനമാണ്, പങ്കുവയ്ക്കുന്ന, ഒരുമിച്ച് ഭക്ഷിച്ച് ശക്തി പ്രാപിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് തീർച്ചയായിട്ടും കർത്താവ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കുർബാനയിലെ ആദിമസഭയിലെ ഈ കഴിക്കുന്നതിൽ വിരുന്നിൻ്റെ ആ അരൂപി നഷ്ടപ്പെടുന്ന സമ്മേളനങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് വാചാലനാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലീഗ ഈ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ തന്നെ 11-ാം അധ്യായത്തിൽ നമ്മൾ വേറൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് പറയണത്? കാരണം നിങ്ങളിൽ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കൊണ്ടുവന്നിട്ട് അവരവർ കൊണ്ടുവന്നത് അവരവർ കഴിക്കണം. എന്നിട്ട് ചില ആൾക്കാർ വിശന്നിരിക്കണം, ചില ആൾക്കാർ അധികമായിട്ട് ഭക്ഷിച്ച് അതിൻ്റെ വിഷമത്തിലിരിക്കണം. അപ്പോൾ അത്താഴം, ആ വിരുന്നിൻ്റെ ആ നിയമങ്ങൾ അല്ലെങ്കിൽ ആ വിരുന്നിൻ്റെ അരൂപി അവിടെ പാലിക്കപ്പെടുന്നില്ല. അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷയുണ്ട്, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, അത് കഴിഞ്ഞ് അവർ കർത്താവിനെ ഭക്ഷിച്ച് അതിന് തുടർന്ന് നടക്കുന്ന അഗാപ്പയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ അഗാപ്പെ പോലും നിങ്ങൾ പരസ്പരം പങ്കിട്ട് അനുഭവിക്കാതെ ഓരോരുത്തരും മാറി മാറി ഇരുന്ന് തിന്നുവാണെങ്കിൽ പിന്നെ എന്ത് കർത്താവിൻ്റെ അത്താഴമാണ്? അപ്പോൾ വിരുന്ന് എന്നുള്ളതിൽ ഒരു തുല്യതയുണ്ട്, പങ്കുവെക്കലുണ്ട്, ഒരുമിച്ച് അനുഭവിക്കലുണ്ട്. ആ ഒരു അനുഭവമാണ് വിരുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ കർത്താവിൻ്റെ അൾത്താര എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി ബലി ചെയ്യപ്പെടുന്ന മേശ പോലെ തന്നെ അത് ഒരു വിരുന്ന് മേശ കൂടെയാണ്. ഐക്യത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, തുല്യതയുടെ, ഒരുമിച്ച് ഭക്ഷിച്ച് തൃപ്തരാകുന്നതിൻ്റെ ആ വിരുന്നിൻ്റെ ആസ്പെക്റ്റ് തന്നെയാണ് ഭക്ഷണമേശ. അൾത്താര ഒരു ഭക്ഷണമേശ കൂടെയാണ്. അതേസമയം നമ്മൾ ഈ വിരുന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു പോകരുത്. ഇപ്പോൾ ചില സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള പല സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യത്തിന്, വിശുദ്ധ കുർബാനയ്ക്ക് ആ വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കാത്തവർ ഇതൊരു വിരുന്ന് മാത്രമാണ്, ബലിയല്ല എന്നുള്ള രീതിയിലേക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു തെറ്റും. കർത്താവിൻ്റെ മേശ എന്നാണ് അവർ അതിന് പറയുക. ഒരു മേശയുടെ ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ അവർ വചനത്തിന് കൂടുതൽ പ്രാധാന്യം, വചനം മുറിക്കുന്നു, പക്ഷേ ദിവ്യകാരുണ്യം അവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് ചില സെക്റ്റുകളും തന്നെ ചിലപ്പോൾ പോകാണ്ട്, ഈ നവീകരണക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനെ പോകണം. അത് കാണുന്നത് തെറ്റാണ്. അത് ഏതാണ്ട് സിഖ് സമുദായത്തിൽ ഇപ്പോൾ നമ്മൾ വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണ്. അവരുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ ലങ്കാറുണ്ട്. ഞാൻ നമ്മുടെ എറണാകുളത്തുള്ള ഗുരുദ്വാരയിൽ പലപ്പോഴും പോകാനിട വന്നിട്ടുണ്ട്. കുട്ടികളെയും കൊണ്ട് ഈ സിഖ് മതത്തിൻ്റെ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ പരിചയപ്പെടുത്താൻ, ലോകമതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ലങ്കാർ അതിൽ തന്നെ വലിയ കാര്യമാണ്. കാരണം ഗുരുനാനാക്ക് ഈ കാര്യം തുടങ്ങിയപ്പോൾ അന്ന് ഹിന്ദു സമുദായത്തിലെ കാസ്റ്റിൻ്റെ ഭയങ്കര ശക്തമായ നിലനിൽപ്പാണ്. പല കാസ്റ്റുകളിലുള്ള ആളുകൾ ഒരുമിച്ച് ഭോജനം ചെയ്യില്ല. അപ്പോൾ ഈ പന്തി ഭോജനം ഒരുമിച്ച് നടത്തുക എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായ കാര്യമായിരുന്നു. വിവിധ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ചിരുന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഗുരുദ്വാരയിൽ ചെന്ന് കഴിഞ്ഞാലും കാണാം, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെയാണ് ലങ്കാർ നടക്കുന്നത്. അതിൽ നേവിയുടെ ഏറ്റവും ഹൈ ഉദ്യോഗസ്ഥനുണ്ട്, പൈലറ്റുമാർ ചിലപ്പോൾ കാണും. ആ ആൾക്കാരുടെ കൂടെ തന്നെ അവിടെ ചൗക്കീദാറായിട്ട് വർക്ക് ചെയ്യുന്ന ആളും ഉണ്ടാവും. ചൗക്കീദാറിന് വിളമ്പണത് ചിലപ്പോൾ പൈലറ്റായിരിക്കാം. അവരെല്ലാവരും ഒരേ ഭക്ഷണം ഒരുമിച്ചിരുന്ന് അങ്ങനെ അതിലൊരു കൂട്ടായ്മയുണ്ട്. പക്ഷേ അതുമാത്രമല്ല വിശുദ്ധ കുർബാന. അപ്പോൾ ഒരേ സമയം അത് വിരുന്നും കൂടിയാണ്, ബലിയും കൂടിയാണ്. ഇതിലേതെങ്കിലും ഒരു വശം ഉയർത്തി മറ്റേതിനെ ഇകഴ്ത്തിക്കെട്ടുന്നത് ശരിയല്ല. കുർബാന എന്ന് പറയുന്ന മഹാരഹസ്യത്തിൻ്റെ അത്ഭുതകരമായ ആ യേശുവിൻ്റെ വലിയ കൂദാശയുടെ അർത്ഥം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ബലിയാണ്, ഒപ്പം തന്നെ അത് വിരുന്നുമാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു പഠനം ഒരു ബാലൻസ്ഡ് സമീപനമാണ്. അതായത് ഇതൊരു വലിയ ബലിയാണ്, കർത്താവർപ്പിച്ച ബലിയാണ്, അതേസമയം കർത്താവിൻ്റെ പെസഹ വിരുന്നിൻ്റെ ഒരു ആഘോഷം. അത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ 42-ാം വാക്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദിമസഭയെക്കുറിച്ചുള്ള നമുക്ക് ഒരു അറിവ് തരുന്നതാണ്. എന്തായിരുന്നു ആദിമസഭ? അതിലെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ ദേവാലയത്തിൽ ഒന്നിച്ചു, ഭവനങ്ങൾ തോറും അവർ അപ്പം മുറിച്ചു, ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ അവർ ഭക്ഷണത്തിൽ പങ്കുചേർന്നു,
അവർ ദൈവത്തെ സ്തുതിച്ചു. ഇതൊക്കെയാണ് ആദിമസഭയിൽ ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു വിരുന്ന് തന്നെയാണ്. അപ്പം മുറിക്കൽ കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണത്തിൽ ആഹ്ലാദത്തോടും ആനന്ദത്തോടും കൂടി പങ്കെടുക്കുന്ന ഒരുമയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ചില സെക്റ്റുകൾ ഈ പറയുന്നത് പോലെ വിരുന്നെന്നുള്ള ഒരു ആശയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതേസമയം നമ്മൾ നേരെ തിരിച്ച് ബലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയിൽ ഇതൊരു ബലിയാണ്, ഇതൊരു മിസ്റ്റിക് ഇതാണ്, അങ്ങനെ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ വിരുന്നെന്നുള്ള ഒരു അംശം നമ്മുടെ കുർബാനയിൽ കൂടി സ്വീകരിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ കുർബാനയുടെ 2 ഭാഗങ്ങളേ ഉള്ളൂ എന്നാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുന്നത് പ്രധാനമായും. ഒന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ്, അതിനു മുൻപ് ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഇത് 2 ഭാഗങ്ങളേ ഉള്ളൂ. പിന്നീടാണ് നമ്മൾ പല റീത്തുകളിലും കൂടുതൽ ഭാഗങ്ങളുണ്ടാകുന്നത്. പക്ഷേ വാസ്തവത്തിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വ്യക്തമായി പറയുന്നത് 2 ഭാഗങ്ങൾ ചേരുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അത് തന്നെ ഒരു വിരുന്നിൻ്റെ സ്വഭാവമുണ്ട്. വചനം പങ്കുവയ്ക്കുന്നു, അപ്പം പങ്കുവയ്ക്കുന്നു. ഈ പങ്കുവെക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്ന ആ കുർബാനയുടെ അംശം പലപ്പോഴും ഈ ബലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീക്ഷണമാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത്. അടുത്ത എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ കുർബാന പലപ്പോഴും നമ്മുടെ വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കുർബാന സ്വീകരിക്കുന്ന അവരുടെ എണ്ണം പലപ്പോഴും പങ്കെടുക്കുന്നവരെക്കാളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഫലപ്രാപ്തിക്ക് വിശുദ്ധ കുർബാന സ്വീകരണം അനിവാര്യമാണോ? അത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പലരും നമ്മുടെ ഇപ്പോൾ ഒരു 100-150 പേര് ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുക ചിലപ്പോൾ ഒരു 50 പേര് കുർബാന സ്വീകരിക്കും, ബാക്കിയുള്ളവർ സ്വീകരിക്കാറില്ല. തീർച്ചയായിട്ടും മാരകമായ പാപ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. കാരണം ഇത് വരപ്രസാദത്തിൻ്റെ ഒരു ക്രിസ്തു തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ തക്കതായ ഒരുക്കം, പാപമലീമസമാകാത്ത ഒരു ഹൃദയം നമ്മുടെ ജീവിതം നമുക്ക് സമ്മാനിക്കാനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ജനങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരു മടി പലപ്പോഴും കാണാറുണ്ട്. വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞ സ്ഥാപനത്തിൽ പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ മുമ്പേ പറഞ്ഞ കാര്യം, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ എന്നാണ്. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആരെങ്കിലും കൂടി ഇങ്ങനെ ഒരു കർമ്മം ചെയ്ത് പോകണം എന്നല്ല പറഞ്ഞ്, നിങ്ങൾ അത് സ്വീകരിക്കണം എന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം കുർബാന പൂർണ്ണമാകുന്നത് വാസ്തവത്തിൽ നമ്മൾ ദിവ്യകാരുണ്യ സ്വീകരണം ഓരോ വ്യക്തിയും നടത്തുമ്പോഴാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 53-ാം വാക്യത്തിൽ വേറൊരു സമയത്ത് നമ്മൾ ഉദ്ധരിച്ചതാണ്. അതായത് നിങ്ങൾ ഈ എൻ്റെ അപ്പവും എൻ്റെ വീഞ്ഞും ആ ശരീരവും രക്തവും സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ കുർബാനയിൽ കാഴ്ചക്കാരായിട്ട് വരികയോ അല്ലെങ്കിൽ ആ നേരത്ത് വന്ന് കൊന്ത ചെല്ലുകയോ കുറേ പ്രാർത്ഥിക്കുകയോ നിങ്ങളുടെ കട്ടുപാടുകളെക്കുറിച്ച് വിഷമതകളെക്കുറിച്ച് സമർപ്പിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, എന്നെ പാനം ചെയ്യണം എന്ന് തന്നെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ആ കുർബാനയുടെ ഫലദായകത്വത്തിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതിൽ യാതൊരു സംശയം. അതുകൊണ്ടാണ് അയോഗ്യതയോടുകൂടെ നിങ്ങൾ സ്വീകരിക്കരുത് എന്നും പറയുന്നത്. തെറ്റുകൾ ഉണ്ടെങ്കിൽ, ചെറിയ പാപങ്ങളാണെങ്കിൽ നിങ്ങളത് ഏറ്റു പറയുക. അപ്പോൾ തന്നെ കുർബാനയിൽ തന്നെ അതിൻ്റെ ഒരു പാപസങ്കീർത്തനത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് മതിയാകും. അപ്പോൾ കർത്താവ് പൗലോസ്ലീഹ അത് കൊറിന്തോസ്യർക്ക് എഴുതിയ 15-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ള ഭാഗത്തിൽ പറയുന്നുണ്ട്, അയോഗ്യതയോടുകൂടെ ആരും കർത്താവിൻ്റെ ഭക്ഷണം ശരീരം ഭക്ഷിക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ കുമ്പസാരിച്ച് വേണം നമ്മൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ലഘുപാപങ്ങളെ ഉള്ളെങ്കിൽ അത് കുർബാനയിൽ തന്നെയുള്ള ആ അനുരഞ്ജന പ്രാർത്ഥനയിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുന്നു. നമ്മൾ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് കുർബാനയുടെ ഫലപ്രാപ്തിക്ക് ഒരു തടസ്സമാണ്. അപ്പോൾ ശരിക്കും അച്ഛൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ സഭയും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഗൗരവപരമായ പാപങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാം. അതിനാണ് നമുക്ക് അനുരഞ്ജന ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത്. വേറൊരു വളരെ കാര്യം ചിന്തിച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ, നമ്മളിപ്പോൾ ഒരാൾ വീട്ടിലേക്ക് ക്ഷണിക്കണം, കല്യാണത്തിന് ക്ഷണിക്കണം, പട്ടത്തിന് ക്ഷണിക്കണം, ക്ഷണിച്ച എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് പോകണമെന്ന് പറയണം. കുറേ ആൾക്കാർ കഴിക്കാണ്ട് പോയാൽ എന്താവും സ്ഥിതി? പണ്ട് ആളുകൾ പറയില്ലേ, അവൻ ഭക്ഷണത്തിന് നിന്നില്ല. ശത്രുതയുള്ളവരെ അങ്ങനെ ചെയ്യുള്ളൂ. അത് ചെയ്യുള്ളൂ. നമ്മളേതാണ്ട് കർത്താവിനോട് ശത്രുതയുള്ള പോലെയാണ്. പള്ളിയിൽ വരും, കുർബാന സ്വീകരിക്കില്ല. അതിൻ്റെ അർത്ഥം അവരൊക്കെ പാരകഭാവത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അവർക്ക് ഈ ഒരു യഥാർത്ഥമായ ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ ഓർക്കേണ്ട ഒരു കാര്യമാണ്, കുർബാന ഫലദായകമാകണമെങ്കിൽ
അതിന് ഈ കുർബാന അർപ്പിക്കുന്ന എല്ലാവരും, പിന്നെ നമ്മളിത് വെറുതെ കാഴ്ചക്കാരല്ലല്ലോ, നമ്മൾ അർപ്പിച്ചതാണ്. നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞുള്ള പോലെ നമ്മളും ബലിയർപ്പകരാണ്, നമ്മൾ ബലിവസ്തുവാണ്. അത് കർത്താവിന് നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മളാകുന്ന ആ ബലിവസ്തുവിനെ കർത്താവ് കൊടുത്ത് കർത്താവ് അത് കർത്താവിൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റി നമുക്ക് തരുമ്പോൾ നമ്മൾ കൊടുത്ത നമ്മളെ തന്നെ ദൈവീകവൽക്കരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നഷ്ടപ്പെടുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ വിശുദ്ധ കുർബാന കടം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇത് കണ്ടാൽ മതി, പോയി എവിടെയെങ്കിലും പോയി നിന്നാൽ മതി, മണ്ഡലത്തിൽ പോയി നിന്നാലും വളരെ യാദൃശ്യം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ ഇടവപ്പള്ളിയിലുമൊക്കെ ഈ ചെല്ലുമ്പോൾ ചില ആളുകൾ ഈ മണ്ഡലത്തിലെ സ്റ്റെപ്പിൽ ഇങ്ങോട്ട് തിരിഞ്ഞ്, അതായത് റോട്ടിലേക്ക് തിരിഞ്ഞ് നിന്ന് ആളുകൾ ചിലപ്പോൾ മൊബൈലൊക്കെ നോക്കണമായിരിക്കും. കാരണം അവിടെ ഒരു പ്രസൻസ് ഉണ്ടായാൽ മതി, കുർബാനയുടെ ഫലം കിട്ടുമെന്നുള്ള ഒരു. അത് പലപ്പോഴും കുർബാനയ്ക്ക് പോകുന്നത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവരവർക്ക് വേണ്ടിയിട്ടല്ല, നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും വീട്ടുകാരെ ബോധ്യപ്പെടുത്തുവാനുമാണ്. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ദർശനം, ഹൈന്ദവരുടെ ഇടയിൽ ദർശനം എന്നുള്ളൊരു കാഴ്ച അതുപോലും ഇല്ലാണ്ട് തിരിഞ്ഞ് നിന്ന്, ഇപ്പോൾ ബിജു പറഞ്ഞ പോലെ തിരിഞ്ഞിരുന്ന് വേറെ വല്ല പരിപാടിയും ചെയ്യുക, കുറേ വർത്തമാനം പറയുക, അതിൻ്റെ ഇടയിൽ അവിടെ കുറേ നേരം സമയം ചിലവഴിച്ചിട്ട് ഇറങ്ങി പോവുക, കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും വിശുദ്ധ കുർബാന ആകുന്നില്ല. വാസ്തവത്തിൽ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പകരാണ്, നമ്മൾ ബലിവസ്തുവാണ്. നമ്മളാകുന്ന ബലിവസ്തുവിനെ കർത്താവ് സ്വീകരിച്ച് മാറ്റം വരുത്തി നമുക്ക് തന്നെ തരികയാണ്. അപ്പോൾ നമ്മൾ അത് ഒരിക്കലും ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് ഒട്ടും ഉചിതമല്ല. അതോടൊപ്പം തന്നെ വെച്ചാൽ വിശുദ്ധ കുർബാന നമുക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അപ്പമുണ്ട്, വീഞ്ഞുണ്ട്, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് തിരുശരീരം മാത്രമാണ്. രണ്ട് സാദൃശ്യത്തിലും നമുക്ക് അത് കിട്ടാറില്ല, പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ചിലർ പറയുന്നു രണ്ട് സാദൃശ്യമാകുമ്പോഴേ ഇത് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് ഇത് അപ്പം മാത്രം തന്നാൽ കർത്താവിൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ, രക്തം കിട്ടുന്നില്ലല്ലോ. അതേസമയം എങ്ങനെയാണ് നമ്മൾ സഭ ഇതിനെ പറയുന്നത്? കാത്തലിക് ഓഫ് ദ കാത്തലിക് ചർച്ചിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗികമായ ഒരു കാഴ്ചപ്പാട്? ആദിമ കാലഘട്ടത്തിൽ ഈ രണ്ടും അവർ പങ്കുവച്ചിരുന്നു, കുറച്ച് നമ്പറൊക്കെ ആയിരുന്നപ്പോൾ. എനിക്ക് തോന്നുന്നു പൗരസ്ത്യ സഭകളിലെ പലയിടത്തും, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽ വലിയൊരു വിശ്വാസ സമൂഹത്തിൻ്റെ അംഗസംഖ്യയില്ലല്ലോ. ഒരുപക്ഷെ ഏറ്റവും കൂടുതലുള്ള ഇപ്പോൾ യുക്രൈനിയൻ സഭയൊക്കെയാണ്. അവിടെ ഇനിയിപ്പോൾ യുദ്ധം കഴിയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, 55 ലക്ഷം അങ്ങോട്ട് ക്രിസ്ത്യാനികളാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ 45 ലക്ഷമുള്ള സീറോ മലബാർ സഭയൊക്കെ ആയിരിക്കും. ബാക്കിയുള്ള പല 23 സഭയിലുള്ള CUURIS ചർച്ചകളിലെ സ്വയം പര്യാപ്തതയുള്ള ചർച്ചകൾ നമ്മൾ എടുത്തു നോക്കിയാൽ സഭകളിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിലേ നമുക്ക് അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി മാറിക്കഴിയുമ്പോൾ അത് പങ്കുവെക്കാനായിട്ടുള്ളൊരു ഇടമുണ്ട്, അതിന് സാധിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കുരിശുമലയിലായിരുന്നു. ഇപ്പോൾ കുരിശുമലയിൽ അവിടെ ചെയ്യുന്ന വിശുദ്ധ കുർബാനയിൽ അവരുണ്ടാക്കുന്നൊരു വലിയ അപ്പമുണ്ട്, ഇച്ചിരി വലുത്. ആ അപ്പം തന്നെ ആ കുർബാനയുടെ ഇടയിൽ തന്നെ എല്ലാവർക്കും വേണ്ടി പകുത്ത് ചെറിയ ചെറിയ അപ്പത്തിൻ്റെ കഷ്ണങ്ങളാക്കും. എന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ എല്ലാവർക്കും അത് വീഞ്ഞിലും ഒപ്പം തിരുശരീരവും തിരുരക്തവും ഒരുമിച്ച് ഡബിൾ സ്പീഷീസിലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അത് അവിടെ വെച്ചാൽ ആകെ 10-30 പേരേ ഉള്ളൂ. സന്യാസിമാർ 10-15 പേര്, ഇതുപോലെ പുറമേ നിന്ന് ധ്യാനിക്കാൻ വന്ന് അവിടെ ആയിരിക്കുന്ന ആളുകൾ ഒരു 10-15 പേര്, അതിൽ കൂടുതലുണ്ടാവില്ല. അപ്പോൾ അതൊരു സൗകര്യാർത്ഥം അങ്ങനെ ചെയ്യുന്ന. പക്ഷേ ഇവിടെ ബിജു ചോദിച്ച ചോദ്യം, ആളുകളുടെ മനസ്സിലുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകുന്നുണ്ടോ? രണ്ടും സ്വീകരിച്ചില്ലെങ്കിൽ പൂർണ്ണമാകുന്നുണ്ടോ ഇല്ലയോ? അതിന് യാതൊരു സംശയം വേണ്ട, പൂർണ്ണമാകുന്നുണ്ട്. രണ്ടും സ്വീകരിച്ചില്ലെങ്കിലും പൂർണ്ണമാകും. അതിൽ വിരുന്നിൻ്റെ ഒരു ആ അർത്ഥമാണ് ഒരു പക്ഷേ പൂർണ്ണമാകാത്തത്. വിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് ഒരു അപൂർണത അതുകൊണ്ട് സംഭവിക്കുന്നില്ല. കാരണം ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ പൂർണ്ണമായിട്ട് അതിലുണ്ട്. നിങ്ങൾ ഈ അപ്പം എടുത്ത് ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ രക്തമെടുത്ത് കുടിക്കുവിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ രക്തത്തിൽ പകുതി കർത്താവല്ല ഉള്ളത്, അത് കർത്താവ് പൂർണ്ണമായിട്ട് മാറി. ഇപ്പം നമ്മൾ ഒരു അപ്പം എടുത്ത് നോക്കിയാൽ അപ്പത്തിൻ്റെ ഏതൊരു കഷ്ണത്തിലും ആ അപ്പത്തിൻ്റെ പൂർണ്ണമായ അംശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ അവസ്ഥാന്തരം സംഭവിച്ച സാരാംശഭേദം വന്ന നമ്മുടെ ഈ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പൊടിയായാലും മതി. അതുകൊണ്ടാണ് ചില അവസരങ്ങളിൽ നമുക്കൊരു ചെറിയ അപ്പം തന്നെ കൊടുക്കാനായിട്ട് ചിലപ്പോൾ തികയാണ്ട് വരും, ചിലപ്പോൾ ആളുകൾ വിചാരിച്ചതിൽ കൂടുതലുണ്ടാകുമ്പോൾ. അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാന ചെയ്യുന്ന അൾത്താരയിൽ ഈ അപ്പത്തിൻ്റെ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ചിലപ്പോൾ ചെറിയ പൊടികൾ അവിടെ വീണ് കിടന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെയൊക്കെ സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നതും അതെല്ലാം നമ്മൾ ഭക്ഷിക്കണമെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ പൊടിയായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വിഭജിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അതിൽ നിന്ന് പൊടിഞ്ഞ ചെറിയൊരു അംശമായിരിക്കും.
അത് നമ്മൾ വളരെ ഭക്തിയാദരപൂർവ്വമാണ് അത് എടുത്ത് ഭക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഈ നാവിലൊരല്പം സലൈവ പോലെ കയ്യുമ്മ ആക്കിയിട്ട് എന്നാലേ അത് കിട്ടുകയുള്ളൂ ഇങ്ങോട്ട്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് പോലും കാരണം കർത്താവിൻ്റെ ശരീരമായ ഒരു കാര്യം അവിടെ കിടക്കരുത്, അന്യാധീനപ്പെട്ട് പോകരുത്. ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ചില നേരത്ത് കുർബാന കയ്യിൽ നിന്ന് കാറ്റ് ഫാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറന്നു പോകും. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇല്ലേ, നമ്മൾ അച്ഛന്മാരവിടെ ചെന്ന് മുട്ടുകുത്തി ആ കുർബാന അവിടെ നിന്ന് എടുത്ത് കാസയിൽ തിരിച്ച് കുസ്തോതിയിലേക്ക് വെച്ച് അവിടെ സംഗീഞ്ഞുകൊണ്ട് ഒന്ന് തുടയ്ക്കും. അത്രമാത്രം അതിൻ്റെ ഒരു ഗൗരവം ഉണ്ട്. അതുപോലെ വിശുദ്ധ രക്തം നമ്മൾ സംഗീഞ്ഞിലായി കഴിഞ്ഞാൽ അത് ഉടനെ കൊണ്ടുപോയി വേറെ വല്ലയിടത്തും കൊണ്ടുപോയി കഴുകില്ല. അങ്ങനെയുള്ള അത് എന്തുകൊണ്ടാണ് ആ രക്തം നമ്മളതിൽ വീഞ്ഞിൻ്റെ അംശങ്ങൾ ആയിട്ടുണ്ടായിരുന്ന ആ രക്തമായി മാറിയ കർത്താവിൻ്റെ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ആദ്യം ഒരു സാക്രിസ്റ്റ്യൻ ചെയ്യുന്ന ചിലപ്പോൾ അച്ഛന്മാർ തന്നെയാണ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റേഴ്സാണ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ പട്ടങ്ങൾ സ്വീകരിച്ച ആളുകളാണ് ചെയ്യുക. അത് കഴുകി ആ വെള്ളം വെറുതെ വഴിയിലൊന്നും ഒഴിക്കില്ല. അത് വേറെ ഒരു സ്പർശവും ഏൽക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും അത് മലിനമസമാ പോകാത്ത രീതിയിലാണ് അത് നമ്മൾ കളയുന്നത്. കാരണം അതിൻ്റെ മീതെ ഒരാൾ ചവിട്ടാനോ ഒന്നും ഇടവരും. അത്രമാത്രം അതിൻ്റെ പുറകിലൊരു കരുതൽ ഞങ്ങൾ സാധാരണ ചെയ്യാറുണ്ട് വൈദികർ. അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, രണ്ട് രൂപങ്ങളിലും ഏതെങ്കിലും ഒരു രൂപത്തിലായാലും കർത്താവ് പൂർണ്ണമായിട്ട് സന്നിഹിതമാണ്. എന്നാൽ വിരുന്ന് പൂർണ്ണമായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമ്മളൊരു വിരുന്ന്. ആ അർത്ഥത്തിൽ വിരുന്നിൻ്റെ അംശത്തിൽ പൂർണ്ണത കൈവരുന്നില്ലായിരിക്കും. പക്ഷേ അത് കർത്താവിൻ്റെ ദിവ്യ ശരീരവും രക്തവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ബലി ആയിട്ട് നമുക്ക് അവൻ്റെ തന്നെ ശരീരവും രക്തവും ലഭിച്ചു എന്നുള്ളതിൽ സാധിക്കുന്നില്ല. അപ്പോൾ ജനം കൂടുമ്പോൾ പിന്നെ ഇപ്പോൾ ഈ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് 2 സ്പീഷീസിൽ കൊടുക്കാൻ പറ്റൂലല്ലോ, അവരവർ തന്നെ എടുത്ത് സ്വീകരിക്കുകയായിരുന്നല്ലോ. അതന്നെയല്ല, ഈ തിരുശരീര ശരീരത്തിൽ രക്തം കൂടിയുണ്ട്, രക്തത്തിൽ ശരീരവുമുണ്ട് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണല്ലോ സഭയ്ക്കുള്ളത്. അതോടൊപ്പം തന്നെ വേറൊരു ഇതുള്ളത്, നമുക്ക് അവിടെ പ്രതീകാത്മകമായിട്ട് ചെയ്യാറുണ്ടല്ലോ സാധാരണ വൈദികർ വീഞ്ഞിൽ മുക്കിയിട്ട് രക്തത്തിൽ മുക്കിയിട്ട് അത് ഈ കുസ്തോതിയിലേക്ക് ഇങ്ങനെ അതും ചെയ്യാറുണ്ട്. അതായത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബിജു അതെങ്ങനെ ശ്രദ്ധിച്ചു വന്നിരിക്കും അറിഞ്ഞുണ്ട്. പണ്ട് ഖുർആൻ കൂടി ഇപ്പോൾ കണ്ടതായിരിക്കും അല്ലേ, അല്ലെങ്കിൽ സാധാരണ കാണുന്നില്ലല്ലോ. അച്ഛന്മാർ സെക്കൻഡ് എലവേഷൻ കഴിഞ്ഞതിന് ശേഷം ബ്രെഡ് കർത്താവിൻ്റെ തിരുശരീരമായ അത് ശരീരം രക്തത്തിനോട് കലർത്തിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് പിന്നെ കുസ്തോതിയിലുള്ള ബാക്കിയെല്ലാം പുതിയ കുസ്തോതികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രക്തവും കൂടി അതിൻ്റെ ഭാഗത്ത് കലരാൻ വേണ്ടി എല്ലാത്തിലും അത് തൊടുവിക്കും. അപ്പോൾ അത് സ്വീകരിക്കുന്ന എല്ലാവരിലേക്കും ഈ രക്തവും കൂടി ചെല്ലുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകാത്മകമായ അർത്ഥത്തിലാണ്. അത് വളരെ നല്ലൊരു കാര്യമായി പറഞ്ഞത്. അതിൻ്റെയൊക്കെ പുറകിൽ കാണുന്ന ഈ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ. പൂർണ്ണമായിട്ട് കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ട് നമുക്ക് കൊടുക്കാൻ 2 ഇനങ്ങളിലും രൂപങ്ങളിലും പ്രതീകങ്ങളിലും അത് സമ്മതിക്കപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് കർത്താവിൽ എന്തെങ്കിലും കുറവ് അതിൽ വരുന്നില്ല, വിരുന്നിൻ്റെ അംശത്തിൽ ഒരു ചെറിയ കുറവ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ചിലർ പറയാറുണ്ട് ഇത് നാവിൽ തന്നെ സ്വീകരിക്കണം, കയ്യിൽ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പക്ഷേ മറുവാദം കുർബാന കൈക്കൊള്ളുക എന്നാണ് പറയുന്നത്. എന്തു പറയുന്നു അച്ഛൻ? അത് നമ്മുടെ ഓരോരുത്തരുടെയും ആ സ്വീകരിക്കുന്ന രൂപത്തിന്, ആ സിമ്പിളിന്, രീതിക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥാന്തരങ്ങൾ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നാവിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ മിക്കവാറും കയ്യിലാണ് സ്വീകരിക്കുന്നത്. കാരണം അത് ആ സംസ്കാരത്തിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് യൂറോപ്പിൽ ചില ആളുകൾ വളരെ ഭക്തിയോടുകൂടെ കർത്താവിനെ സ്വീകരിക്കുന്ന ആളുകൾ ഇപ്പോഴും മുട്ടുപോലും കുത്തി, നമുക്ക് തന്നെ അത് ഭയങ്കര പ്രയാസമായിരിക്കും. അവർ ചില ആൾക്കാർ നല്ല പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലർ അവിടെ വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു ഒറ്റക്കാലുമേ മുട്ടുകുത്തി നാക്ക് നീട്ടി അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട്. അതായത് ആ കർത്താവിനെ എൻ്റെ വിരലുകൊണ്ട് കൈകൊണ്ട് തൊടാൻ എനിക്ക് യോഗ്യതയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കയ്യിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് എടുക്കുമ്പോൾ അതിൻ്റെ ചില പാർട്ടിക്കിൾസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വേണ്ട, ശരിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലേക്ക് തന്നെ പോകട്ടെ എന്ന് വിചാരിച്ച്, അതൊക്കെ നമ്മുടെ ഒരു മനോഭാവമാണ്. അതേസമയം കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ കയ്യിൽ സ്വീകരിച്ചാലും നാവിൽ സ്വീകരിച്ചാലും അത് ഉൾക്കൊള്ളുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഓരോ സംസ്കാരത്തിലും ഓരോ മനുഷ്യൻ അതിൻ്റെ പുറകിൽ കൊടുക്കുന്ന അർത്ഥതലങ്ങളിലും ഒക്കെ അതേസമയം ചിലപ്പോൾ വായിൽ കൊടുക്കുന്നതുകൊണ്ട് വേറെയും തടസ്സങ്ങളുണ്ട്. അച്ഛൻ
കൈ കൊണ്ട് വിരലെടുത്ത് ഒരാളുടെ വരുമ്പോൾ ചിലപ്പോൾ വാ തുറക്കുന്നത് ശരിയാവില്ല, അല്ലെങ്കിൽ നാക്ക് നീട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അച്ഛൻ്റെ വിരൽ ഈ ആളുടെ നാവിൽ തൊടും, സലൈവ അച്ഛൻ്റെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ സലൈവ തൊട്ട കൈ കൊണ്ട് വേറൊരു അപ്പം എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ രോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ പ്രായോഗികമായ കാര്യങ്ങളും സാംസ്കാരികമായ കാര്യങ്ങളും ഒക്കെ ചേർത്ത് വേണം നമ്മൾ അത് ചിന്തിക്കാനായിട്ട് എന്നെനിക്ക് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കർത്താവ് തന്നെയാണ്. ആ കർത്താവ് തന്നെയായ ദൈവം തന്നെയായ ദൈവത്തെ സ്വീകരിക്കുന്നതിനുള്ള മാനസികമായ ഒരുക്കവും അതിനുള്ള ഭവ്യതയും ആത്മീയമായ ഉത്കർഷവും അത് സ്വീകരിക്കുന്ന ആ രൂപങ്ങളിൽ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ നന്ദി അച്ഛാ. വിശുദ്ധ കുർബാനയുടെ ഈ അർത്ഥതലങ്ങൾ കുറേ കൂടി വിശദമായിട്ട് നമുക്ക് ഈ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞതിൽ പ്രത്യേകം നന്ദി. ഓരോ വിശുദ്ധ കുർബാനയും ബലിയും വിരുന്നുമാണ്. കർത്താവിൻ്റെ ബലിയും കർത്താവിൻ്റെ വിരുന്നും. അതിൽ സജീവമായ ഭാഗഭാഗിത്വം വഴി നമ്മളും ആ വിരുന്നിലും ബലിയിലും പങ്കുചേരുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ് വിശുദ്ധ കുർബാന പൂർണ്ണമാകാനുള്ള ഒരു മാർഗം. വലിയ ചാപദോഷത്തിൽ ആയിരിക്കുന്നവർ ഒഴികെ മാരകമായ പാപങ്ങൾ ചെയ്യാത്തവർ വിശുദ്ധ കുർബാനയിലുള്ള അനുരഞ്ജന ശുശ്രൂഷയിൽ കർത്താവുമായി അനുരഞ്ജനപ്പെട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് നാം എത്തിച്ചേരുക. ആ ഫലപ്രാപ്തി പ്രാപിക്കാൻ നമുക്കെല്ലാവർക്കും ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.